നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അടയ്ക്കുന്ന ടാക്സ് എങ്ങോട്ടാണ് പോകുന്നത്? അല്ലെങ്കിൽ ഗവൺമെന്റ് പുതിയ റോഡുകളും പാലങ്ങളും പണിയാൻ എവിടെ നിന്നാണ് പണം കണ്ടെത്തുന്നത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളില്ലേ? ഇതിനെല്ലാമുള്ള ഉത്തരം ഒരൊറ്റ രേഖയിലുണ്ട്. അതാണ് ഇന്ത്യൻ യൂണിയൻ ബജറ്റ്. അപ്പൊ ഇന്ന് നമ്മുടെ എല്ലാം ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഈ പ്രധാനപ്പെട്ട രേഖയെപ്പറ്റി നമുക്ക് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. ഈയൊരു വിശദീകരണത്തിൽ നമ്മൾ പ്രധാനമായും 6 കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമതായി, എന്താണ് ഈ യൂണിയൻ ബജറ്റ്? യൂണിയൻ ബജറ്റ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. പിന്നെ ഇത്രയും വലിയൊരു ഡോക്യുമെന്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അത് നമ്മുടെ ഇക്കോണമിയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്നും നോക്കും. ബജറ്റിൽ എപ്പോഴും കേൾക്കുന്ന ചില സാമ്പത്തിക വാക്കുകളില്ലേ, അവയുടെ അർത്ഥം മനസ്സിലാക്കി ബജറ്റിന്റെ ചരിത്രത്തിലൂടെയൊന്ന് പോയി അവസാനം 2026 ബജറ്റിൽ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് നോക്കി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ശരി, നമുക്ക് ഒന്നാം ഭാഗത്തേക്ക് കടക്കാം. എന്താണ് യൂണിയൻ ബഡ്ജറ്റ്? ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? എല്ലാ വർഷവും പത്രങ്ങളിലും ടിവിയിലുമൊക്കെ വലിയ ചർച്ചയാവുന്ന ഈ യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താണ്? വെറുമൊരു വാർഷിക പ്രഖ്യാപനം എന്നതിനപ്പുറം ഇതിനത്ര വലിയ പ്രാധാന്യമുണ്ടോ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, അടുത്തൊരു സാമ്പത്തിക വർഷത്തേക്കുള്ള ഗവൺമെന്റിന്റെ ഒരു വരവ് ചെലവ് കണക്കാണ് ബഡ്ജറ്റ്. അതായത് അടുത്ത ഒരു വർഷം ഗവൺമെന്റിന് എവിടുന്നൊക്കെ പണം കിട്ടും, ആ കിട്ടുന്ന പണം എവിടെയൊക്കെ ചെലവാക്കും എന്നതിന്റെ ഒരു ഡീറ്റെയിൽഡ് ബ്ലൂ പ്രിന്റ്. അപ്പോ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആരാണ് തയ്യാറാക്കുന്നത്? വെറുതെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിനു പിന്നില് കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. അത് ധനമന്ത്രാലയം, അതായത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന് കീഴിലുള്ള സാമ്പത്തിക കാര്യ വകുപ്പിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സിലെ ബഡ്ജറ്റ് ഡിവിഷനാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കുക, അടുത്ത വർഷം കാര്യങ്ങൾ എങ്ങനെയാവും എന്ന് പ്രവചിക്കുക, പിന്നെ പുതിയ പോളിസികളൊക്കെ പ്രഖ്യാപിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ പ്രധാന ജോലി. ഇനി രണ്ടാം ഭാഗം, ബജറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ബജറ്റ് എന്താണെന്ന് നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടി. പക്ഷേ കോടിക്കണക്കിന് രൂപയുടെ കണക്കുകൾ വരുന്ന, രാജ്യത്തിന്റെ തന്നെ ഗതി മാറ്റാൻ കഴിവുള്ള ഈ ഒരു രേഖ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? അത് കുറച്ച് സങ്കീർണമായൊരു പ്രോസസ്സാണ്. നമുക്കതിലേക്ക് കടക്കാം. ഇതൊരിക്കലും ഒരാൾ ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്ന ജോലിയല്ല. ഒരുപാട് കൂടിയാലോചനകൾക്ക് ശേഷമാണ് ബജറ്റ് ഉണ്ടാകുന്നത്. ആദ്യം ഡിഫൻസ്, അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ പോലെയുള്ള ഓരോ ലൈൻ മിനിസ്ട്രികളും അവർക്ക് അടുത്ത വർഷം എന്ത് വേണം, എത്ര പണം വേണം എന്നൊക്കെയുള്ള കണക്കുകൾ കൊടുക്കും. അതിനുശേഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നീതി ആയോഗ് പോലുള്ള വലിയ സ്ഥാപനങ്ങളുമായി ചർച്ചകൾ നടക്കും. ഈ കിട്ടിയ വിവരങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക അവസ്ഥ കൂടി നോക്കിയിട്ടാണ് ധനമന്ത്രാലയം, മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്, ബജറ്റിനൊരു ഫൈനൽ രൂപം കൊടുക്കുന്നത്. ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിലെ ഒരു വലിയ മാറ്റമായിരുന്നു അതിന്റെ തീയതിയിൽ വരുത്തിയത്. 2016 വരെ, പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലം മുതലേയുള്ള ഒരു ശീലമായിരുന്നു ഫെബ്രുവരിയിലെ അവസാനത്തെ വർക്കിംഗ് ഡേയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നത്. എന്നാൽ 2017 അന്നത്തെ ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി ഈ പതിവ് മാറ്റി. അദ്ദേഹം അവതരണം ഫെബ്രുവരി 1-ാം തീയതിയിലേക്ക് ആക്കി. എന്തിനായിരുന്നു ഈ മാറ്റം? അതിന് വ്യക്തമായ ഒരു കാരണമുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത് ഏപ്രിൽ 1-നാണ്. പഴയ രീതി വെച്ച് ഫെബ്രുവരി അവസാനം ബജറ്റ് അവതരിപ്പിച്ച് അത് പാർലമെന്റിൽ ചർച്ച ചെയ്ത് പാസാക്കി വരുമ്പോഴേക്കും ഏപ്രിൽ മാസം പകുതി കഴിയും. അപ്പോൾ പുതിയ പദ്ധതികൾക്ക് പണം കിട്ടാൻ വൈകും. എന്നാൽ ഫെബ്രുവരി 1-ലേക്ക് മാറ്റിയതുകൊണ്ട് എന്തുപറ്റി? ഏപ്രിൽ 1-ന് സാമ്പത്തിക വർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാ പ്രൊസീജിയറും തീർക്കാൻ പറ്റി. അതോടെ പദ്ധതികൾക്കൊന്നും താമസമുണ്ടായില്ല. മൂന്നാം ഭാഗം, ബഡ്ജറ്റിന്റെ സാമ്പത്തിക സ്വാധീനം. ബഡ്ജറ്റ് എന്ന് പറയുന്നത് വെറുമൊരു കണക്കുകളുടെ പുസ്തകമല്ല. അതിലെ ഓരോ പ്രഖ്യാപനത്തിനും നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ കറൻസിയായ ഇന്ത്യൻ രൂപ, ഇന്ത്യൻ രൂപി മുതൽ സ്റ്റോക്ക് മാർക്കറ്റ് വരെ ബജറ്റിന് സ്വാധീനിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഇന്ത്യൻ രൂപയെ ബഡ്ജറ്റ് എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നോക്കാം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യം അളക്കുന്ന ഒരു പ്രധാന ഘടകമാണ് അവിടുത്തെ കറൻസിയുടെ മൂല്യം. അപ്പോൾ ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ എങ്ങനെയാണ് രൂപയുടെ വില കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്? ഇതിനു പിന്നിൽ കുറേ കാരണങ്ങളുണ്ട്. വിദേശ നിക്ഷേപകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് സർക്കാരിന്റെ ധനകമ്മി, അതായത് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ സർക്കാരിന്റെ മൊത്തം വരുമാനവും മൊത്തം ചെലവും തമ്മിലുള്ള ഒരു ഗ്യാപ്പാണിത്. ഈ ഗ്യാപ്പ് കുറവാണെങ്കിൽ അതിനർത്ഥം രാജ്യം സാമ്പത്തികമായി നല്ല അച്ചടക്കം പാലിക്കുന്നു എന്നാണ്. ഇത് കാണുമ്പോൾ നിക്ഷേപകർക്കൊരു ധൈര്യം വരും. അവർ കൂടുതൽ പണം ഇങ്ങോട്ട് നിക്ഷേപിക്കും. അത് ഇന്ത്യൻ രൂപയെ ശക്തിപ്പെടുത്തും.
നേരെ മറിച്ച് ഈ ധനകമ്മി ഒരുപാട് കൂടുതലാണെങ്കിൽ അത് മാർക്കറ്റിലൊരു പേടിയുണ്ടാക്കും. അത് രൂപയുടെ മൂല്യം താഴോട്ടു പോകാനും കാരണമാകും. ധനകമ്മി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബഡ്ജറ്റിലെ ടാക്സ് പോളിസികൾ. ഉദാഹരണത്തിന് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് പോലെയുള്ളവയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ അത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനെ നേരിട്ട് ബാധിക്കും. നിക്ഷേപകർക്ക് അനുകൂലമായ ടാക്സ് നിയമങ്ങളാണെങ്കിൽ കൂടുതൽ വിദേശ പണം ഇങ്ങോട്ട് വരും. അത് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് കൂട്ടി രൂപയെ ശക്തിപ്പെടുത്താൻ സഹായിക്കും. ഇനി 2026 ബഡ്ജറ്റിനെക്കുറിച്ചൊരു രസകരമായ കാര്യം പറയാം. ആ വർഷം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഒരു ഞായറാഴ്ചയാണ്. ഇത് സാധാരണ സംഭവിക്കുന്ന ഒന്നല്ല, കാരണം ഞായറാഴ്ച സ്റ്റോക്ക് മാർക്കറ്റിന് അവധിയാണല്ലോ. അപ്പോൾ ബഡ്ജറ്റിന്റെ പ്രാധാന്യം വെച്ച് മാർക്കറ്റ് ഇതിനോട് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ തന്നെ മാർക്കറ്റിന് അതിനോട് പ്രതികരിക്കാനൊരു അവസരം കൊടുക്കാൻ വേണ്ടി ആ ഞായറാഴ്ച മാർക്കറ്റ് തുറന്ന് പ്രവർത്തിക്കും. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും NSEയും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും BSEയും അന്ന് പ്രത്യേക ട്രേഡിംഗ് സെഷനുകൾ ഉണ്ടാവുമെന്ന് സാധാരണ പോലെ തന്നെ രാവിലെ 9:15 മുതൽ വൈകുന്നേരം 3:30 വരെ ട്രേഡിംഗ് നടക്കും. 4ാം ഭാഗം പ്രധാന സാമ്പത്തിക പദങ്ങൾ. ബജറ്റ് പ്രസംഗവും അതിനെപ്പറ്റിയുള്ള ചർച്ചകളും നമുക്ക് മുഴുവനായി മനസ്സിലാവണമെങ്കിൽ അതിലെപ്പോഴും ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളുടെ അർത്ഥം നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഇത് വളരെ പ്രധാനമാണ്. നമുക്കവ ഓരോന്നായിട്ട് സിമ്പിളായിട്ടൊന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കൂടിക്കൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയാണത്. ഇത് സംഭവിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പണത്തിന്റെ മൂല്യം, അതായത് പർച്ചേസിംഗ് പവർ കുറയും. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം 100 രൂപയ്ക്ക് കിട്ടിയിരുന്നൊരു സാധനത്തിന് ഈ വർഷം 110 രൂപ കൊടുക്കേണ്ടി വന്നാൽ അവിടെ 10% ഇൻഫ്ലേഷൻ ഉണ്ടായി എന്ന് പറയാം. ഇനി പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നികുതികൾ. സ്ഥിരം ചോദ്യം വരുന്നൊരു ഭാഗമാണിത്. പ്രധാനമായും 2 തരം ടാക്സുകളാണുള്ളത്. ആദ്യത്തേത് നേരിട്ടുള്ള നികുതി, അതായത് ഡയറക്റ്റ് ടാക്സ്. പേരുപോലെ തന്നെ ഇത് നമ്മൾ ഡയറക്റ്റായി ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നതാണ്. നമ്മുടെ വരുമാനത്തിന്മേൽ ചുമത്തുന്ന ആദായ നികുതി അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഒരു പെർഫെക്റ്റ് ഉദാഹരണമാണ്. ഇത് നമുക്ക് വേറൊരാളുടെ തലയിലേക്ക് വെക്കാൻ പറ്റില്ല. ഇനി രണ്ടാമത്തേത് പരോക്ഷ നികുതി, അതായത് ഇൻഡയറക്റ്റ് ടാക്സ്. ഇത് നമ്മൾ നേരിട്ടല്ല അടയ്ക്കുന്നത്. നമ്മൾ വാങ്ങുന്ന സാധനങ്ങളിലും സേവനങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന ഒന്നാണിത്. ഒരു കടയിൽ പോയി ഒരു പേന വാങ്ങുമ്പോൾ അതിന്റെ വിലയിൽ GST കൂടി ഉൾപ്പെട്ടിട്ടുണ്ടാവുമല്ലേ? അതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. അടുത്തതായിട്ട് ധനകമ്മിയും, അതായത് ഫിസ്ക്കൽ ഡെഫിസിറ്റും റവന്യൂ കമ്മിയും, അതായത് റവന്യൂ ഡെഫിസിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ കടമെടുപ്പ് ഒഴികെയുള്ള മൊത്തം വരുമാനത്തേക്കാൾ എത്ര കൂടുതലാണ് മൊത്തം ചെലവ് എന്ന് കാണിക്കുന്നതാണ്. ഇത് ആ വർഷം സർക്കാരിന് മൊത്തത്തിൽ എത്ര പണം കടം വാങ്ങേണ്ടി വരും എന്നാണ് കാണിക്കുന്നത്. എന്നാൽ റവന്യൂ ഡെഫിസിറ്റ് കുറച്ചുകൂടി സ്പെസിഫിക് ആണ്. സർക്കാരിന്റെ ദൈനംദിന ചെലവുകൾ, അതായത് ശമ്പളം, പെൻഷൻ, സബ്സിഡി ഒക്കെ കൊടുക്കാൻ പോലും വരുമാനം തികയാതെ വരുന്ന അവസ്ഥയാണിത്. 5ാം ഭാഗം യൂണിയൻ ബഡ്ജറ്റിന്റെ ചരിത്രം. ഇന്ത്യൻ യൂണിയൻ ബഡ്ജറ്റിന് നമ്മുടെ രാജ്യത്തിന്റെ അത്രയും തന്നെ പഴക്കമുള്ള വലിയൊരു ചരിത്രമുണ്ട്. കൊളോണിയൽ കാലം മുതൽ ഇന്നത്തെ മോഡേൺ ഇന്ത്യ വരെയുള്ള ആ യാത്രയിലെ ചില പ്രധാനപ്പെട്ട മൈൽസ്റ്റോൺസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ബഡ്ജറ്റ് വരുന്നത് 1860-ലാണ്. അത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ജെയിംസ് വിൽസനാണ് അവതരിപ്പിച്ചത്. പിന്നെ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ സ്വന്തം ബഡ്ജറ്റ് വന്നു. 1955 ഒരു പ്രധാന മാറ്റം വന്നു. ബഡ്ജറ്റ് ഹിന്ദിയിലും ഇംഗ്ലീഷിലും അച്ചടിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2017 ബഡ്ജറ്റ് ഡേറ്റ് ഫെബ്രുവരി 1 മാറി. ഇതില് ഓരോ സംഭവത്തിനും അതിന്റേതായൊരു പശ്ചാത്തലമുണ്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലായി. അതിൽ നിന്ന് കരകയറാനാണ് ജെയിംസ് വിൽസൺ ഇന്ത്യയിൽ ആദ്യമായി ഒരു ബജറ്റും അതിന്റെ കൂടെ ഇൻകം ടാക്സും കൊണ്ടുവരുന്നത്. പിന്നീട് CD ദേശ്മുഖിന്റെ കാലത്ത് ബജറ്റ് കുറച്ചുകൂടി സാധാരണ ജനങ്ങളിലേക്ക് എത്തണം എന്നൊരുദ്ദേശത്തിലാണ് അത് ഹിന്ദിയിലും കൂടി അച്ചടിച്ചു തുടങ്ങിയത്. 6ാം ഭാഗം ബജറ്റ് 2026 പ്രതീക്ഷകളും പാരമ്പര്യങ്ങളും. ഓക്കെ, നമുക്ക് ചരിത്രത്തിൽ നിന്ന് വർത്തമാനകാലത്തേക്ക് വരാം. ഇനി വരാൻ പോകുന്ന 2026 ബജറ്റിൽ സാമ്പത്തിക വിദഗ്ധരും സാധാരണക്കാരും എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് നോക്കാം. 2026 ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ധനമന്ത്രിയായ നിർമ്മല സീതാരാമനാണ്. അവരുടെ ഒരു പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ മധുരയിലാണ് ജനനം. ഡൽഹിയിലെ പ്രശസ്തമായ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ, അതായത് JNUവിൽ നിന്ന് ഇക്കണോമിക്സിൽ MPhil പൂർത്തിയാക്കി. പിന്നീട് ലണ്ടനിലെ പ്രൈസ് വാട്ടർഹൌസ് കൂപ്പേഴ്സ് PwC,
BBC വേൾഡ് സർവീസ് പോലുള്ള വലിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തതിനു ശേഷമാണ് അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. 2026 ബജറ്റ് ഒരു പഴയ പാരമ്പര്യം മാറ്റിയെഴുതാൻ സാധ്യതയുണ്ടെന്നാണ് പലരും കരുതുന്നത്. സാധാരണയായി ബജറ്റ് പ്രസംഗത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഇതിൽ രണ്ടാമത്തെ ഭാഗം, അതായത് പാർട്ട് ബി പുതിയ ടാക്സ് നിർദ്ദേശങ്ങൾ പറയാൻ വേണ്ടി മാത്രമുള്ളതാണ്. എന്നാൽ ഇത്തവണ വെറും ടാക്സ് പ്രഖ്യാപനങ്ങൾക്കപ്പുറം ഇന്ത്യയുടെ ഒരു ലോങ് ടേം ഇക്കണോമിക് വിഷൻ, അതായത് ഒരു ദീർഘകാല സാമ്പത്തിക കാഴ്ചപ്പാടുകൂടി അതിൽ ഉൾപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ. മാർക്കറ്റും നിരീക്ഷകരുമെല്ലാം ഉറ്റുനോക്കുന്ന ഒരു മാന്ത്രിക സംഖ്യയാണ് 4.4%. 2025-26 വർഷത്തോടെ ധനക്കമ്മി, അതായത് ഫിസ്ക്കൽ ഡെഫിസിറ്റ്, രാജ്യത്തിന്റെ GDPയുടെ 4.4% കുറയ്ക്കുമെന്ന് സർക്കാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ലക്ഷ്യത്തിൽ, അതായത് ഡെഫിസിറ്റ് ഗ്ലൈഡ് പാത്തിൽ സർക്കാർ ഉറച്ചു നിൽക്കുമോ അതോ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി കൂടുതൽ പണം ചെലവാക്കുമോ എന്നതാണ് എല്ലാവരും അറിയാൻ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ചൂടേറിയ മറ്റൊരു ചർച്ചാവിഷയമാണ് സ്വർണത്തിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി ഓൺ ഗോൾഡ്. ഈ ഡ്യൂട്ടി കുറച്ചാൽ രാജ്യത്ത് സ്വർണത്തിന്റെ വില കുറയും. അത് സാധാരണക്കാർക്ക് ഒരു ആശ്വാസമാകും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. വില കുറഞ്ഞാൽ സ്വർണത്തിന്റെ ഇറക്കുമതി കൂടും. അത് നമ്മുടെ കറന്റായ രൂപയുടെ മൂല്യത്തെ മോശമായി ബാധിക്കുകയും കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടാൻ കാരണമാകുകയും ചെയ്യും. അപ്പോൾ ഈ വിഷയത്തിൽ സർക്കാർ എന്ത് തീരുമാനമെടുക്കും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2026 ബജറ്റിന് മറ്റൊരു ചരിത്രപരമായ പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിനടുത്തുള്ള പുതുക്കി പണിത ഭരണസിരാകേന്ദ്രമായ കർത്തവ്യഭവനിൽ വെച്ച് തയ്യാറാക്കുന്ന ആദ്യത്തെ ഫുൾ ബജറ്റായിരിക്കും ഇത്. അപ്പോൾ ഈ ഒരു പ്രതീകാത്മകമായ പ്രാധാന്യവും ഈ ബജറ്റിനുണ്ട്. അപ്പോ യൂണിയൻ ബഡ്ജറ്റിന്റെ ചരിത്രവും അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നും അതിന്റെ സ്വാധീനവും പ്രധാനപ്പെട്ട വാക്കുകളുമെല്ലാം നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഇതൊരിക്കലും വെറും ഒരു കണക്കുകളുടെ പ്രഖ്യാപനമല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്ന രാജ്യത്തിന്റെ വഴികാട്ടിയായ ഒരു സാമ്പത്തിക രേഖയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ നിങ്ങൾക്കെന്തു തോന്നുന്നു? സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക അച്ചടക്കവും ഒരുമിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സർക്കാരിന് ഇന്ത്യയുടെ ഭാവിക്കു വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായിരിക്കും? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചറിയുന്നത് ഓരോ പൗരന്റെയും ആവശ്യമാണ്. നമസ്കാരം. സർക്കാർ ഓരോ തവണ പുതിയ ബജറ്റോ സാമ്പത്തിക നയങ്ങളോ പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെയെല്ലാം മനസ്സിൽ ആദ്യം വരുന്നൊരു ചോദ്യമുണ്ട്, അല്ലേ? ഇതൊക്കെ കള്ളം, പക്ഷേ ഇതുകൊണ്ട് എനിക്ക്, എന്റെ കുടുംബത്തിന് യഥാർത്ഥത്തിൽ എന്ത് പ്രയോജനം? സങ്കീർണമായ വാർത്തകൾക്കും കണക്കുകൾക്കും അപ്പുറം ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത്? ഈ വിശകലനത്തിൽ നമുക്ക് ആ ചോദ്യങ്ങൾക്ക് ലളിതമായ ഉത്തരം കണ്ടെത്താൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. അതെ, ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ചോദ്യം. ഈ പുതിയ നിയമങ്ങൾ എന്റെ കുടുംബത്തിന്റെ ബജറ്റിനെ എങ്ങനെയാണ് ബാധിക്കുക? ഇതിനൊരു ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ പ്രധാനമായും 3 കാര്യങ്ങൾ പരിശോധിക്കണം. ഒന്നാമത്തേത്, നമ്മുടെയെല്ലാം തലവേദനയായ ആദായനികുതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നത്. രണ്ടാമത്, നമ്മുടെ പോക്കറ്റിന് ആശ്വാസം നൽകുന്ന വില കുറയുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കണം. പിന്നെ മൂന്നാമതായി, വില കൂടാൻ സാധ്യതയുള്ളവ എന്തൊക്കെയാണെന്നും അറിയണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. ശരി, അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം, അതായത് ആദായനികുതി നിയമം. എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ടാവും. നികുതി കൂടുമോ? നിയമങ്ങൾ കൂടുതൽ സങ്കീർണമാകുമോ? യഥാർത്ഥത്തിൽ എന്താണ് മാറാൻ പോകുന്നത്? നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഏറ്റവും വലിയൊരു ആശ്വാസവാർത്ത ആദ്യം തന്നെ പറയാം, പ്രത്യേകിച്ച് ശമ്പളക്കാരായ ലക്ഷക്കണക്കിന് ആളുകൾക്ക്. നിലവിലുള്ള ആദായനികുതി നിരക്കുകളിൽ, അതായത് നമ്മളെ ഇൻകം ടാക്സ് സ്ലാബുകളെന്ന് പറയുന്നില്ലേ, അതിൽ യാതൊരു മാറ്റവും ഈ വർഷം വരുത്തിയിട്ടില്ല. വളരെ വ്യക്തമായി പറഞ്ഞാൽ, നിങ്ങൾ കഴിഞ്ഞ വർഷം ഏത് നിരക്കിലാണോ നികുതി അടച്ചത് അതേ നിരക്കിൽ തന്നെയായിരിക്കും ഈ വർഷവും അടയ്ക്കേണ്ടി വരിക. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, നികുതി നിരക്ക് മാറുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പുതിയ നിയമം? ശരിയാണ്, സർക്കാർ 1961 അതായത് ഏകദേശം 60 വർഷത്തിലധികം പഴക്കമുള്ള ഒരു നിയമത്തിനു പകരമായി ഇൻകം ടാക്സ് ആക്ട് 2025, ഇൻകം ടാക്സ് ആക്ട് 2025 എന്ന പുതിയൊരെണ്ണം കൊണ്ടുവരാൻ പോവുകയാണ്. ഇതിന്റെ പ്രധാന ലക്ഷ്യം നികുതി കൂട്ടുക എന്നല്ല, മറിച്ച് കാര്യങ്ങൾ ലളിതമാക്കുക എന്നതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ പഴയ വീട്ടിലെ ഒരുപാട് വയറുകളൊക്കെ കെട്ടുപിടിഞ്ഞ് കിടക്കുന്ന ഇലക്ട്രിക് വയറിംഗ് മാറ്റി എല്ലാം ലളിതവും സുരക്ഷിതവുമായ ഒരു പുതിയ സർക്യൂട്ട് ബോക്സ് വയ്ക്കുന്നത് പോലെയാണിത്. നിയമങ്ങൾ ലളിതമാകുമ്പോൾ സാധാരണക്കാർക്ക് തെറ്റുപറ്റാനുള്ള സാധ്യത കുറയും, കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും പറ്റും.
ഈ പഴയതും പുതിയതും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് നോക്കൂ. 1961 നിയമം ഒരുപാട് കാലപ്പഴക്കം ചെന്നതും ഒരുപാട് കൂട്ടിച്ചേർക്കലുകൾ വന്ന് വളരെ സങ്കീർണമായ ഒന്നാണ്. എന്നാൽ 2025 പുതിയ ബില്ല് ലക്ഷ്യമിടുന്നത് ഇതിനെ ആധുനികമാക്കാനും ലളിതമാക്കാനുമാണ്. സാധാരണക്കാരന് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരുപക്ഷെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ സഹായമില്ലാതെ പോലും റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനം, അതാണ് ലക്ഷ്യം. അപ്പോൾ ഈ പുതിയ നിയമവും കൊണ്ട് സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? 1. നടപടിക്രമങ്ങൾ ലളിതമാക്കണം. 2. അനുസരണഭാരം, അതായത് കംപ്ലയൻസ് ബർഡൻ കുറയ്ക്കണം. എന്താണ് ഈ അനുസരണഭാരം? ഒരു സാധാരണ ശമ്പളക്കാരനെ സംബന്ധിച്ച് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള പേടി, അതിൻ്റെ നൂലാമാലകൾ, അതിനുവേണ്ടി വരുന്ന സമയം, പണം, ടെൻഷൻ, ഇതെല്ലാമാണ്. അത് കുറയ്ക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. നികുതിദായകനെ കൂടുതൽ വിശ്വസിക്കുന്ന, കാര്യങ്ങൾ എളുപ്പമാക്കുന്നൊരു സംവിധാനം. ആത്യന്തികമായി ജീവിതം കുറച്ചുകൂടി സുഗമമാക്കുക. ശരി, നികുതിയുടെ കാര്യത്തിൽ നമുക്കൊരു വ്യക്തത കിട്ടി. ഇനി നമ്മുടെയെല്ലാം പോക്കറ്റിന് കുറച്ച് സന്തോഷം നൽകുന്ന വാർത്തകളിലേക്ക് വരാം. ചില അവശ്യ സാധനങ്ങൾക്കും മറ്റു ചില പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾക്കും വില കുറയാൻ പോവുകയാണ്. സർക്കാരിൻ്റെ ഒരു പ്രത്യേക തീരുമാനമാണിതിന് പിന്നിൽ. അതെന്താണെന്ന് നോക്കാം. ഈ വിലക്കുറവിനു പിന്നിലെ പ്രധാന കാരണം കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കുന്നതാണ്. എന്താണ് ഈ കസ്റ്റംസ് ഡ്യൂട്ടി? വളരെ ലളിതമായി പറഞ്ഞാൽ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ സർക്കാർ ചുമത്തുന്ന ഒരു തരം നികുതിയാണിത്. അപ്പോൾ ഈ നികുതി സർക്കാർ കുറയ്ക്കുകയോ പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായും ആ ഉൽപ്പന്നങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ വില കുറയും. ഒരുപക്ഷേ ഈ പുതിയ നയങ്ങളിലെ ഏറ്റവും മനുഷ്യത്വപരമായ, ഏറ്റവും പ്രധാനപ്പെട്ടൊരു തീരുമാനം ഇതായിരിക്കും. നമ്മുടെ ആരോഗ്യമേഖലയ്ക്ക്, പ്രത്യേകിച്ച് സാധാരണക്കാരായ രോഗികൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണിത്. 17 തരം ജീവൻ രക്ഷാ ക്യാൻസർ മരുന്നുകളുടെ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടി, അതായത് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, സർക്കാർ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. ഇതുമാത്രമല്ല, അപൂർവ രോഗങ്ങൾക്കുള്ള മറ്റു 36 മരുന്നുകൾക്കും നികുതി ഇളവ് നൽകിയിട്ടുണ്ട്. ചികിത്സാ ചെലവ് താങ്ങാനാവാതെ ബുദ്ധിമുട്ടുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇത് നൽകുന്ന ആശ്വാസം എത്ര വലുതാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇനി നമുക്ക് ഇലക്ട്രോണിക്സ് രംഗത്തേക്ക് വരാം. ഉടൻ തന്നെ പുതിയൊരു മൊബൈൽ ഫോണോ ഇലക്ട്രിക് വാഹനമോ ടിവിയോ വാങ്ങാൻ പ്ലാനുണ്ടെങ്കിൽ ഇതൊരു നല്ല വാർത്തയാണ്. ഇവയുടെ എല്ലാം വില കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഉൽപ്പന്നങ്ങൾക്കല്ല സർക്കാർ നേരിട്ട് നികുതിയിളവ് നൽകുന്നത്. മറിച്ച് ഇവ നിർമ്മിക്കാനാവശ്യമായ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതായത് ബാറ്ററിയുടെ ഭാഗങ്ങൾ, ടിവിയുടെ ഓപ്പൺ സെല്ലുകൾ പോലുള്ളവ ഇറക്കുമതി ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന കസ്റ്റംസ് ഡ്യൂട്ടിയാണ് കുറച്ചത്. ഇത് മൊത്തത്തിലുള്ള നിർമ്മാണ ചെലവ് കുറയ്ക്കും. ആ ലാഭം കമ്പനികൾ ഉപഭോക്താക്കൾക്ക് കൈമാറുമ്പോൾ സ്വാഭാവികമായും സാധനങ്ങളുടെ വിലയും കുറയും. ഒരു നാണയത്തിന്റെ 2 വശങ്ങളുള്ളതുപോലെ ചിലയിടങ്ങളിൽ വില കുറയുമ്പോൾ മറ്റു ചില കാര്യങ്ങൾക്ക് ചെലവ് അല്പം കൂടുന്നുമുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് വസ്തുനിഷ്ഠമായി ഒന്ന് പരിശോധിക്കാം. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. വില കൂടുന്നത് നമ്മൾ ദിവസവും വാങ്ങുന്ന അരി, പഞ്ചസാര, പച്ചക്കറി പോലുള്ള സാധനങ്ങൾക്കല്ല. അത്തരം അവശ്യ സാധനങ്ങളുടെ വിലയിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. മറിച്ച് സാമ്പത്തിക രംഗത്തെ, പ്രത്യേകിച്ച് ഓഹരി വിപണിയിലെ ചില പ്രത്യേക ഇടപാടുകൾക്കാണ് സർക്കാർ നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആർക്കാണ് ഈ നികുതി വർധനവ് ബാധകമാവുക? പ്രധാനമായും ഓഹരി വിപണിയിൽ ദിവസേന വലിയ തോതിൽ വ്യാപാരം നടത്തുന്നവർക്കാണ്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്ന പെട്ടെന്നുള്ള ലാഭം ലക്ഷ്യമിട്ടുള്ള ഇടപാടുകൾക്ക് നൽകേണ്ട സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്, അതായത് STT, ആണ് സർക്കാർ വർദ്ധിപ്പിച്ചത്. ഫ്യൂച്ചേഴ്സ് ഇടപാടുകൾക്കുള്ള നികുതി 0.02% നിന്ന് 0.05%, ഓപ്ഷൻസ് ഇടപാടുകളുടേത് 0.1% നിന്ന് 0.15% ഉയർത്തി. ഒരു സാധാരണ ദീർഘകാല നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം ഇത് കാര്യമായി ബാധിക്കാൻ സാധ്യതയില്ല. ഒരു കാര്യം ഞങ്ങളിവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിശകലനം നമുക്ക് ലഭ്യമായ സ്ഥിരീകരിച്ച വിവരങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ്. സാധാരണ ബജറ്റ് വരുമ്പോൾ ചർച്ചയാകാറുള്ള ഇറക്കുമതി ചെയ്യുന്ന സ്വർണം, ആഭരണങ്ങൾ, മറ്റ് ആഡംബര വസ്തുക്കൾ എന്നിവയുടെ നികുതി മാറ്റങ്ങളെക്കുറിച്ച് ഈ ഉറവിടങ്ങളിൽ വ്യക്തമായ സൂചനകളില്ല. അതുകൊണ്ട് അത്തരം ഊഹാപോഹങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. കൃത്യമായ വിവരങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പല കാര്യങ്ങളും ഒരു സാധാരണ കുടുംബത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുക? നമുക്ക് ഇതെല്ലാം ഒന്ന് ചേർത്ത് വെച്ച് ഒരു ചുരുക്ക രൂപത്തിൽ നോക്കാം. ഈ പട്ടിക നോക്കൂ. ഇത് കാര്യങ്ങൾ വളരെ ലളിതമായി നമുക്ക് കാണിച്ചു തരുന്നു. ഒരു വശത്ത് നമുക്കുള്ള നേട്ടങ്ങൾ, ടാക്സ് ഫയൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ടെൻഷനും കുറയുന്നു. അതൊരു വലിയ മാനസിക സമാധാനമാണ്. പിന്നെ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കുള്ള മരുന്നുകൾക്ക് വില കുറയുന്നത് ആരോഗ്യ ചെലവിൽ നൽകുന്ന വലിയൊരു ആശ്വാസമാണ്. പുതിയ ഫോണോ ടിവിയോ വാങ്ങുമ്പോൾ കുറച്ച് പണം ലാഭിക്കാം. മറുഭാഗത്ത് ചെലവും കൂടുന്നത് ആർക്കാണ്? പ്രധാനമായും ഓഹരി വിപണിയിൽ വളരെ സജീവമായി ട്രേഡ് ചെയ്യുന്നവർക്ക് മാത്രം. ഒരു സാധാരണ കുടുംബത്തിന്റെ ദൈനംദിന ചെലവുകളെ ഇത് കാര്യമായി ബാധിക്കുന്നില്ല.
നമ്മൾ ഇതുവരെ കണക്കുകളും നിയമങ്ങളുമൊക്കെയാണ് ചർച്ച ചെയ്തത്. പക്ഷേ ഇതിനെല്ലാം അപ്പുറം ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ ഇതൊക്കെ നമ്മൾ എന്തിനറിഞ്ഞിരിക്കണം? എന്താണ് ഇതിൻ്റെ ഒരു വലിയ ചിത്രം? സർക്കാർ പ്രഖ്യാപിക്കുന്ന നയങ്ങൾ എന്ന് പറയുന്നത് കേവലം കടലാസിലെ അക്ഷരങ്ങളോ വാർത്തകളോ അല്ല. അവ നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കള ബഡ്ജറ്റിനെയും മക്കളുടെ വിദ്യാഭ്യാസത്തെയും നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ സാമ്പത്തിക ഭാവിയെയും ഒക്കെ നേരിട്ട് സ്വാധീനിക്കാൻ കഴിവുള്ളവയാണ്. അതുകൊണ്ട് ഈ നയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നത് സാമ്പത്തിക സാക്ഷരതയുടെ മാത്രമല്ല, ഒരു ജനാധിപത്യ രാജ്യത്തിലെ സജീവ പൗരൻ എന്ന നിലയിലുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തിന്റെയും ആദ്യപടിയാണ്. നിങ്ങളുടെ പഠനം, സ്കിൽസ്, പിന്നെ കരിയർ, ഇതിനെല്ലാം വേണ്ടി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന 3 പ്രധാനപ്പെട്ട പദ്ധതികളെക്കുറിച്ചാണ് നമ്മളിന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ഇവ 3ഉം വെവ്വേറെ നിൽക്കുന്നവയല്ലാട്ടോ, മറിച്ച് ഒന്നിനോടൊന്ന് ചേർന്ന് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഒരു വഴിയായി ഒരുക്കിയിരിക്കുന്നവയാണ്. നിങ്ങളുടെ യാത്രയുടെ ഓരോ സ്റ്റെപ്പിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജാണിത്. നമ്മുടെ ഈ യാത്രയിലെ ആദ്യത്തെ സ്റ്റെപ്പ്, ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അതെന്താണെന്ന് വെച്ചാൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി ഒരു സേഫായ, സപ്പോർട്ടീവായ ഒരിടം ഉറപ്പാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾക്ക് ഒരു പേടിയുമില്ലാതെ അവരുടെ സ്വപ്നങ്ങൾക്കു പിന്നാലെ പോകാൻ ഇതെത്രത്തോളം ആവശ്യമാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോ ഇതാണ് ആദ്യത്തെ പോളിസി. 1 ജില്ല, 1 പെൺകുട്ടികളുടെ ഹോസ്റ്റൽ. അതായത് 1 ഡിസ്ട്രിക്ട് 1 ഗേൾസ് ഹോസ്റ്റൽ. എന്താണിത്? സിംപിളായി പറഞ്ഞാൽ രാജ്യത്തെ എല്ലാ ജില്ലയിലും പെൺകുട്ടികൾക്കു വേണ്ടി മാത്രമായി നല്ല സൗകര്യങ്ങളുള്ള ഒരു ഹോസ്റ്റൽ വരുന്നു. പക്ഷേ ഇതൊരു താമസിക്കാനുള്ള സ്ഥലം മാത്രമല്ല കേട്ടോ, ഒരുപാട് പെൺകുട്ടികളുടെയും അവരുടെ വീട്ടുകാരുടെയും സ്വപ്നങ്ങൾക്ക് ഒരു വലിയ ബൂസ്റ്റ് കൊടുക്കുന്ന ഒരു കാര്യമാണിത്. നമുക്കൊരു ഉദാഹരണം എടുത്തു നോക്കാം. ഒരു ഗ്രാമപ്രദേശത്ത് നിന്നുള്ള ഒരു മിടുക്കിയായ വിദ്യാർത്ഥിനി, അവൾക്ക് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഞ്ചിനീയർ ആകണം. അതിന് പഠിക്കേണ്ടതോ ദൂരെയുള്ള ഒരു വലിയ നഗരത്തിലെ ടോപ്പ് കോളേജിലും. പക്ഷേ അവിടെ താമസിക്കാൻ ഒരു സേഫായ ഇടമില്ലെങ്കിൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ആ കുട്ടിയുടെ സ്വപ്നം വേണ്ടെന്ന് വെക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്, ശരിയല്ലേ? ആ ഒരു അവസ്ഥയാണ് ഈ പദ്ധതിയിലൂടെ മാറാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ്, അതായത് നമ്മൾ സ്റ്റെം എന്ന് പറയുന്ന വിഷയങ്ങളുള്ള സ്ഥാപനങ്ങളോട് ചേർന്നാണ് ഈ ഹോസ്റ്റലുകൾ വരുന്നത്. അപ്പോ പെൺകുട്ടികൾക്ക് സുരക്ഷിതമായി അവിടെ താമസിച്ച് പഠിക്കാം, അവരുടെ കരിയർ സ്വപ്നങ്ങൾ ഒരു പേടിയുമില്ലാതെ യാഥാർത്ഥ്യമാക്കാം. ശരിക്കും പറഞ്ഞാല് ഈ പദ്ധതി നാരി ശക്തി എന്ന വലിയൊരു ആശയത്തിന്റെ ഭാഗമാണ്. ഒരു രാജ്യം എത്രത്തോളം മുന്നോട്ടു പോയി എന്നറിയണമെങ്കിൽ അവിടുത്തെ സ്ത്രീകൾ എത്രത്തോളം ശക്തരാണെന്ന് നോക്കിയാൽ മതി. പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുമ്പോൾ അത് അവരുടെ മാത്രം വളർച്ചയല്ല, അത് നമ്മുടെ സമൂഹത്തെയും രാജ്യത്തെയും ഒന്നാകെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരിക്കും പറഞ്ഞാൽ വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികളായി അവർ മാറുകയാണ്. ഓക്കെ, അപ്പൊ പഠിക്കാനുള്ളൊരു സേഫായ സ്ഥലം റെഡി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഇന്നത്തെ ഈ ഡിജിറ്റൽ കാലത്ത് ഏറ്റവും ഡിമാൻഡുള്ള നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഒരു കിഡിലൻ കരിയറാക്കി മാറ്റാൻ പറ്റുന്ന സ്കിൽസ് നേടുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ AVGC എന്ന് കേട്ടിട്ടുണ്ടോ? ആനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, ഗെയിമിംഗ്, പിന്നെ കോമിക്സ്. സിമ്പിളാണ്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഗ്രാഫിക്സ്, നമ്മൾ കളിക്കുന്ന വീഡിയോ ഗെയിംസ്, വായിക്കുന്ന ഡിജിറ്റൽ കോമിക്സ്, ഇതെല്ലാമാണ് ഈ മേഖല. ലോകം മുഴുവൻ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചറാണിത്. അപ്പോൾ ഈ രംഗത്ത് കഴിവുള്ള ഒരു പുതിയ തലമുറയെ ഉണ്ടാക്കിയെടുക്കാനാണ് ഈ AVGC ക്രിയേറ്റർ ലാബുകൾ വരുന്നത്. അപ്പോ ഈ പദ്ധതി എത്ര വലുതാണെന്നറിയാമോ? രാജ്യത്തുടനീളം 15,000 സെക്കൻഡറി സ്കൂളുകളിലാണ് ഈ ലാബുകൾ വരാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്കൂളിൽ പോലും ചിലപ്പോൾ ഇങ്ങനെ ഒരു ലാബ് വരാം. ഇത് വലിയ നഗരങ്ങളിലുള്ള കുട്ടികൾക്ക് മാത്രമല്ല, ഗ്രാമങ്ങളിലുള്ള കുട്ടികൾക്കും വേൾഡ് ക്ലാസ് ടെക്നോളജി പഠിക്കാനുള്ള ഒരു അവസരമാണ് തുറന്നു തരുന്നത്. പക്ഷേ ഇത് സ്കൂളിൽ മാത്രം തീരുന്നില്ല. അതാണ് ഏറ്റവും രസകരം. സ്കൂളിൽ നിന്ന് കിട്ടുന്ന ആ ബേസിക് നോളജില്ലേ, അതിനെ ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് കൊണ്ടുപോവാനായി 500 കോളേജുകളിലും ഈ ലാബുകൾ സ്ഥാപിക്കും. അപ്പോൾ ഒരു കണ്ടിന്യൂവിറ്റി കിട്ടും. സ്കൂളിൽ വെച്ച് ഒരു ഇൻട്രസ്റ്റ് തോന്നി, കോളേജിലെത്തുമ്പോഴേക്കും അതിൽ എക്സ്പേർട്ടായി, പിന്നെ ലോകത്തിനു മുന്നിൽ നിങ്ങളുടെ കഴിവ് കാണിക്കാം. ഇതൊരു കംപ്ലീറ്റ് പാതയാണ്. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ ലാബുകൾ നിങ്ങൾക്ക് വെറുതെ സ്കിൽസ് തരികയല്ല ചെയ്യുന്നത്. സ്വന്തമായിട്ട് ആനിമേഷൻ വീഡിയോ ഉണ്ടാക്കാനും ഗെയിംസ് ഡെവലപ്പ് ചെയ്യാനും ഡിജിറ്റൽ ആർട്ട് ചെയ്യാനുമൊക്കെ നിങ്ങളെ പഠിപ്പിക്കും. ഇതിലൂടെ നിങ്ങൾ എങ്ങോട്ടാ എത്തുന്നത്? സർഗാത്മകതയെയും ഐഡിയകളെയും അടിസ്ഥാനമാക്കിയുള്ള ഓറഞ്ച് ഇക്കണോമി എന്ന വലിയൊരു ലോകത്തേക്കാണ്. സിനിമ, മ്യൂസിക്, ഗെയിമിംഗ്, ഡിസൈനിംഗ് ഒക്കെ ഇതിന്റെ ഭാഗമാണ്.
ചുരുക്കി പറഞ്ഞാൽ പഠനം കഴിഞ്ഞ് നേരെ ജോലിയിലേക്ക്, അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസർ ആകാം, എന്തിന് സ്വന്തമായൊരു സ്റ്റാർട്ടപ്പ് വരെ തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മുടെ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരുപാട് പേരുടെ വലിയൊരു സ്വപ്നമാണ് വിദേശത്ത് പോയി പഠിക്കുക എന്നത്, അല്ലേ? പക്ഷെ അതിന്റെ വലിയ ചെലവ് പലപ്പോഴും ഒരു വില്ലനായി മുന്നിൽ വരും. ആ ഒരു തടസ്സം മാറ്റാൻ സഹായിക്കുന്ന, കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റത്തെക്കുറിച്ചാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എന്താണ് ഈ TCS അഥവാ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. നമ്മൾ വിദേശത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടയ്ക്കാൻ പണം അയക്കുമ്പോൾ ആ തുകയുടെ ഒരു ചെറിയ ശതമാനം ടാക്സ് ആയിട്ട് ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങൾ മുൻകൂട്ടി പിടിക്കും. ഇതിനെയാണ് TCS എന്ന് പറയുന്നത്. ഇത് പിന്നെ നമുക്ക് തിരികെ കിട്ടുമെങ്കിലും തുടക്കത്തിൽ ഇത് കയ്യിൽ നിന്ന് പോകുമ്പോൾ ഒരു ഭാരമാണ്. അപ്പോ ഇവിടെ വന്നിരിക്കുന്ന മാറ്റം നോക്കൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് വിദേശത്തേക്ക് പണം അയക്കുമ്പോഴും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി പണം അടയ്ക്കുമ്പോഴും ഉണ്ടായിരുന്ന TCS 5% നിന്ന് വെറും 2% കുറച്ചിരിക്കുകയാണ്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു 10 ലക്ഷം രൂപയാണ് അയക്കുന്നതെങ്കിൽ മുൻപ് 50,000 രൂപ TCS ആയി കൊടുക്കേണ്ട സ്ഥാനത്ത് ഇപ്പോൾ വെറും 20,000 രൂപ കൊടുത്താൽ മതി. ഇത് തുടക്കത്തിൽ കുടുംബങ്ങൾക്കുണ്ടാവുന്ന സാമ്പത്തിക ഭാരം ഒരുപാട് കുറയ്ക്കും. ഈയൊരു മാറ്റം ശരിക്കും പറഞ്ഞാല് ഈസ് ഓഫ് ലിവിംഗ്, അതായത് ജനങ്ങളുടെ ജീവിതം എളുപ്പമാക്കുക എന്ന ഗവൺമെന്റിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമാണ്. വിദേശത്ത് പഠിക്കുന്ന മക്കൾക്ക് ഫീസും മറ്റും അയച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾക്ക് ഇത് എത്ര വലിയൊരു ആശ്വാസമാണെന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ യുവജനങ്ങൾക്ക് ഗ്ലോബൽ അവസരങ്ങൾ തേടി പോകാൻ ഇത് തീർച്ചയായും വലിയൊരു പ്രോത്സാഹനമാകും. അപ്പോ നമ്മൾ ഇതുവരെ 3 വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. 1, പഠിക്കാൻ സേഫായൊരിടം. 2, പുതിയ കാലത്തെ സ്കിൽസ്. 3, ഗ്ലോബൽ അവസരങ്ങൾക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം. ഇനി ഈ 3ഉം എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിയുടെ കരിയർ യാത്രയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ടൈം ലൈൻ കാണുമ്പോൾ സംഭവം വളരെ ക്ലിയറാകും. ഒരു കുട്ടിക്ക് സർക്കാർ ഹോസ്റ്റൽ സൗകര്യം ഉപയോഗിച്ച് സേഫായി ഉന്നത വിദ്യാഭ്യാസം ചെയ്യാം. കോളേജിലെത്തുമ്പോഴോ അവിടെ AVGC ലാബുകളിൽ നിന്ന് കിടിലൻ ഡിജിറ്റൽ സ്കിൽസ് പഠിക്കാം. ഇനി ആ ഫീൽഡിൽ കൂടുതൽ പഠിക്കാനോ ജോലി ചെയ്യാനോ വിദേശത്ത് പോണോ? അപ്പോ കുറഞ്ഞ TCS നിരക്ക് സാമ്പത്തികമായി സഹായിക്കും. കണ്ടില്ലേ, സുരക്ഷ, കഴിവുകൾ, ആഗോള അവസരങ്ങൾ എല്ലാം ഒന്നിനു പുറകെ ഒന്നായി ഒരു ചങ്ങല പോലെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോ ഇതിന്റെയൊക്കെ ഒരു ബിഗ് പിക്ചർ എന്താണ്? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉടൻ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? സുരക്ഷ, പുതിയ കഴിവുകൾ, പിന്നെ പണത്തിന്റെ ലാഭം. ഇതാണ് ഷോർട്ട് ടേം ബെനിഫിറ്റ്. എന്നാൽ ലോങ് ടേമിൽ നോക്കുമ്പോഴോ? ഇത് രാജ്യത്തിന് സ്കില്ലുള്ള, കോൺഫിഡൻസ് ഉള്ള, ലോകത്തെവിടെയും മത്സരിക്കാൻ കഴിവുള്ളൊരു തലമുറയെയാണ് നൽകുന്നത്. ഈ തലമുറയാണ് വികസിത് ഭാരത് എന്ന വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞില്ലേ? ഇനി ഫോക്കസ് മുഴുവൻ നിങ്ങളിലേക്കാണ്. ഈ അവസരങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിലുണ്ട്. ഇനി ഇത് ഉപയോഗിച്ച് നിങ്ങളുടെ ഭാവി എങ്ങനെ അടിപൊളിയായി ഡിസൈൻ ചെയ്യാമെന്ന് ചിന്തിക്കേണ്ടത് നിങ്ങളാണ്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഈ പദ്ധതികളെല്ലാം നിങ്ങളുടെ കയ്യിലുള്ള പവർഫുൾ ടൂൾസാണ്, ഉപകരണങ്ങൾ. പക്ഷെ ആ ടൂൾസ് വെച്ച് എന്ത് നിർമ്മിക്കണമെന്നുള്ളതിന്റെ ബ്ലൂപ്രിന്റ്, അത് നിങ്ങളുടെ ലക്ഷ്യമാണ്, നിങ്ങളുടെ കഠിനാധ്വാനമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ സപ്പോർട്ട് ചെയ്യാനും അവിടെ എത്താൻ നിങ്ങളെ സഹായിക്കാനുമാണ് ഈ സംവിധാനങ്ങളെല്ലാം ഉള്ളത്. ശരി, അപ്പൊ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ഭാവി കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രത്യേകിച്ചും സർക്കാർ നടത്തുന്ന മൂലധന നിക്ഷേപത്തിന്റെ ഒരു വൻ കുതിപ്പിനെക്കുറിച്ച്. ഇതിനെ കേപെക്സ് പുഷ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ എന്താണിത്? രാജ്യത്തിന്റെ ഭാവിക്കായി സർക്കാർ എങ്ങനെയാണ് പണം നിക്ഷേപിക്കുന്നത്? നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇതൊരു ചരിത്രപരമായ നിക്ഷേപമാണ്. എന്തിൽ? നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ. അതായത് റോഡുകൾ, പാലങ്ങൾ, തുറമുഖങ്ങൾ, അങ്ങനെ രാജ്യത്തിനു ഭാവിയിൽ ഗുണം ചെയ്യുന്ന എല്ലാത്തിലും. ഇത് ചുമ്മാ ഒരു വർഷത്തേക്കുള്ള ഒരു ചെലവല്ല, മറിച്ചു വരുന്ന 10-20 വർഷത്തേക്ക് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് അടിത്തറയിടുന്ന ഒരു വലിയൊരു നീക്കമായാണ് ഇതിനെ കാണുന്നത്. ഇനി ആ സംഖ്യയിലേക്ക് വരാം. 12.2 ലക്ഷം കോടി രൂപ. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര വലിയൊരു തുകയാണെന്ന്. ഇതൊരു ചെറിയ തുകയേ അല്ല. ഇത്രയും ഭീമമായൊരു തുകയാണ് സർക്കാർ പൊതുമൂലധന ചെലവിനായിട്ട് മാത്രം ഈ വർഷം നീക്കിവച്ചിരിക്കുന്നത്. ഈ സംഖ്യയുടെ വലുപ്പം ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഇത് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമ്മൾ അറിയണം. അപ്പോ നമ്മളീ പറഞ്ഞ മൂലധന ചെലവ് അഥവാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ചുരുക്കി പറഞ്ഞാൽ കേപെക്സ്, ഇതെന്താണ് സംഭവം? വളരെ സിമ്പിളാണ്.
സർക്കാര് ശമ്പളം കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റ് ദൈനംദിന ചെലവുകൾക്കോ ഉപയോഗിക്കുന്ന പണമല്ല ഇത്. പകരം രാജ്യത്തിന് ദീർഘകാലത്തേക്ക് പ്രയോജനം കിട്ടുന്ന ആസ്തികൾ, അതായത് അസറ്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പണമാണിത്. ഉദാഹരണത്തിന് നല്ല റോഡുകൾ, വലിയ പാലങ്ങൾ, പുതിയ റെയിൽ പാതകൾ, ഇതൊക്കെ ഇതിൽ വരും. ചുരുക്കിപ്പറഞ്ഞാൽ ഇതൊരു ചെലവല്ല, മറിച്ച് നമ്മുടെയെല്ലാം ഭാവിക്ക് വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റാണ്. ഓക്കെ, അപ്പോൾ ഈ 12 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്? ഇതിന് ഒരു ചെയിൻ റിയാക്ഷൻ തന്നെയുണ്ട്, ഒരു ഡോമിനോ എഫക്റ്റ് പോലെ. ഒന്നാമതായി, സർക്കാർ ഈ പണം നിക്ഷേപിക്കുന്നു. രണ്ടാമതായി, ഈ പണം ഉപയോഗിച്ച് റോഡുകളും പാലങ്ങളും പോലുള്ള ആസ്തികൾ നിർമ്മിക്കാൻ തുടങ്ങുന്നു. മൂന്നാമതായി, ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒരുപാട് തൊഴിലവസരങ്ങളുണ്ടാവും, അല്ലേ? ഇപ്പോ നിങ്ങളുടെ നാട്ടിലൊരു പുതിയ റോഡ് പണിയുന്നെന്ന് വെക്കാം. അവിടെ എഞ്ചിനീയർമാർക്ക് ജോലി കിട്ടും, സാധാരണ തൊഴിലാളികൾക്ക് ജോലി കിട്ടും, സിമന്റ്, കമ്പി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾക്ക് ഡിമാൻഡ് കൂടും. ഇത് നമ്മുടെ മൊത്തം സാമ്പത്തിക പ്രവർത്തനങ്ങളെ അങ്ങ് ഉഷാറാക്കും. ഇതിന്റെ എല്ലാം അവസാന ഫലം എന്താണ്? രാജ്യത്തിന്റെ ദീർഘകാല വളർച്ചയ്ക്ക് ഇതൊരു വലിയ മുതൽക്കൂട്ടായി മാറും. ഈ മാറ്റം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് വർഷം പുറകോട്ട് പോകാം. 2015 സാമ്പത്തിക വർഷം. അന്ന് ഈ പറഞ്ഞ പൊതു മൂലധന നിക്ഷേപം വെറും 2 ലക്ഷം കോടി രൂപയായിരുന്നു. എന്നാൽ ഇപ്പോഴോ അത് 12.2 ലക്ഷം കോടി രൂപയായി. അതായത് 6 ഇരട്ടിയിലധികം വർധനവ്. ഇത് കാണിക്കുന്നത് എന്താണ്? അടിസ്ഥാന സൗകര്യ വികസനത്തിന് സർക്കാർ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നതാണ്. പിന്നെ ഈ വികസനമൊക്കെ കേന്ദ്ര സർക്കാർ ഡൽഹിയിലിരുന്ന് മാത്രം ചെയ്യുന്ന ഒന്നല്ല. സംസ്ഥാനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വലിയൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു പ്രത്യേക പദ്ധതി തന്നെയുണ്ട്. സാസ്കി, സ്പെഷ്യൽ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ്സ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. ഈ പദ്ധതി വഴി സംസ്ഥാനങ്ങൾക്ക് ഏകദേശം 2 ലക്ഷം കോടി രൂപ സഹായം നൽകുന്നുണ്ട്. അതുമാത്രമല്ല, പല പ്രൊജക്റ്റുകൾക്കും 50 വർഷത്തേക്ക് പലിശയേയില്ലാത്ത പ്രത്യേക ലോണുകളും സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ശരി, നമ്മൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെക്കുറിച്ച് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നിലേക്ക്, നമ്മുടെയെല്ലാം ജീവിതവുമായി അത്രയേറെ ബന്ധമുള്ള ഒന്നിലേക്കാണ് ഇനി പോകുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ജീവനാഡി, ഇന്ത്യൻ റെയിൽവേ. റെയിൽവേയെ എങ്ങനെയാണ് ഒരു ഹൈസ്പീഡ് കണക്ടിവിറ്റിയുടെ പാതയിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് നോക്കാം. ഇവിടെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പുതിയ ആശയമുണ്ട്: ഗ്രോത്ത് കണക്ടറുകൾ, ഗ്രോത്ത് കണക്ടേഴ്സ്. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവ വെറും യാത്ര ചെയ്യാനുള്ള വഴികൾ മാത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട സാമ്പത്തിക ഹബ്ബുകളെ തമ്മിൽ കണക്ട് ചെയ്ത് വ്യവസായത്തിനും വ്യാപാരത്തിനും മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും ഒരു സ്പീഡ് കൊടുക്കുന്ന ഇടനാഴികളാണിവ. ഈ ഗ്രോത്ത് കണക്ടേഴ്സ് എന്ന ആശയത്തിന്റെ ഭാഗമായി 7 പുതിയ ഹൈസ്പീഡ് റെയിൽ കോറിഡോറുകളാണ് വരുന്നത്. നിങ്ങൾ നോക്കൂ, മുംബൈ പൂനെ, പൂനെ ഹൈദരാബാദ്, ഹൈദരാബാദ് ബംഗളൂരു, ചെന്നൈ ബംഗളൂരു, ഇവയെല്ലാം രാജ്യത്തെ പ്രധാനപ്പെട്ട IT, ഇൻഡസ്ട്രിയൽ ഹബ്ബുകളാണ്. ഇവയെ തമ്മിൽ അതിവേഗത്തിൽ ബന്ധിപ്പിക്കുമ്പോൾ യാത്രാസമയം മാത്രമല്ല കുറയുന്നത്, ചരക്ക് നീക്കവും വളരെ എളുപ്പമാകും. ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ ദീർഘദൂര യാത്രകൾക്ക്, പ്രത്യേകിച്ച് രാത്രി യാത്രകൾക്ക്, നല്ല സൗകര്യങ്ങളുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളും വരുന്നുണ്ട്. ഇത് യാത്രകളെ കൂടുതൽ കംഫർട്ടബിളും സുരക്ഷിതവുമാക്കും. അപ്പോ പാസഞ്ചേഴ്സിന്റെ കാര്യം മാത്രമല്ല, നമ്മുടെ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷനിലും, അതായത് ചരക്ക് നീക്കത്തിലും വലിയ മാറ്റങ്ങളാണ് വരുന്നത്. കിഴക്ക് ദെൻകുനി മുതൽ പടിഞ്ഞാറ് സൂററ്റ് വരെ കണക്ട് ചെയ്യുന്ന പുതിയ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറുകൾ വരുന്നു. എന്താണത്? സിംപിളായി പറഞ്ഞാൽ, ചരക്ക് തീവണ്ടികൾക്ക് മാത്രം ഓടാനുള്ള പ്രത്യേക ട്രാക്കുകൾ. അപ്പോ പാസഞ്ചർ ട്രെയിനുകളുമായി കൂട്ടിയിടിക്കില്ല, സിഗ്നലിന് കാത്തു നിൽക്കേണ്ടി വരില്ല. രാജ്യത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സാധനങ്ങൾ വളരെ വേഗത്തിലും കാര്യക്ഷമമായും എത്തിക്കാൻ ഇത് സഹായിക്കും. ഇത് നമ്മുടെ വ്യാപാരത്തിന് ഒരു വലിയ ബൂസ്റ്റ് തന്നെ നൽകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ സർക്കാർ പണം എവിടെയൊക്കെയാണ് നിക്ഷേപിക്കുന്നത്, എങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്നൊക്കെ കണ്ടു. ഇനി നമുക്ക് കാര്യത്തിന്റെ മറുവശം നോക്കാം. അതായത്, സർക്കാർ എങ്ങനെയാണ് രാജ്യത്തിന്റെ പണസഞ്ചി അല്ലെങ്കിൽ ഖജാനാവ് അച്ചടക്കത്തോടെ കൈകാര്യം ചെയ്യുന്നത് എന്ന്. ഇവിടെയാണ് ധനശാസ്ത്ര ശിസ്തം അല്ലെങ്കിൽ ഫിസ്ക്കൽ ഡിസിപ്ലിൻ എന്ന ആശയം വരുന്നത്. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വാക്കാണ് ധനാഭാവം അല്ലെങ്കിൽ സാമ്പത്തിക കുറവ്. ഇംഗ്ലീഷിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയും. ഇത് കേട്ട് പേടിക്കേണ്ട, വളരെ ലളിതമായൊരു കാര്യമാണ്. നമ്മുടെ വീടിന്റെ ബഡ്ജറ്റ് ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഒരു മാസത്തെ വരുമാനം 1 ലക്ഷം രൂപ, പക്ഷെ ചെലവ് 1,10,000 രൂപയായി. അപ്പോൾ അവിടെ ഒരു 10,000 രൂപയുടെ കുറവുണ്ടല്ലോ. അതാണ് നമ്മുടെ ഡെഫിസിറ്റ്. ഈ കുറവ് നികത്താൻ നമ്മൾ എന്തു ചെയ്യും? കടം വാങ്ങും.
അതുപോലെ ഒരു രാജ്യത്തിന്റെ മൊത്തം വരുമാനവും മൊത്തം ചെലവും തമ്മിലുള്ള ആ ഒരു വിടവിനെയാണ് നമ്മൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോ ഈ കുറവ്, അതായത് ഈ കടം വാങ്ങൽ എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് രാജ്യത്തിന്. സർക്കാരിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ 2026-27 സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ, അതായത് GDPയുടെ 4.3% കുറച്ചു കൊണ്ടുവരിക എന്നതാണ്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ളൊരു വലിയ സ്റ്റെപ്പാണ്. എന്തിനാണ് സർക്കാർ ഇങ്ങനെ ഈ ധനക്കമ്മി കുറയ്ക്കാൻ കഷ്ടപ്പെടുന്നത്? ഇതിനെയാണ് നമ്മൾ ധനശാസ്ത്ര ശിസ്തം, ഫിസ്ക്കൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമതായി, ഇത് പണപ്പെരുപ്പം, അതായത് സാധനങ്ങളുടെ വിലക്കയറ്റം കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. പിന്നെ സർക്കാർ അധികം കടം വാങ്ങിയില്ലെങ്കിൽ ബാങ്കുകളിലെ പലിശ നിരക്കുകൾ വലിയ രീതിയിൽ കൂടാതെ നോക്കാൻ പറ്റും. ഇതെല്ലാം രാജ്യത്തൊരു സാമ്പത്തിക സ്ഥിരതയുണ്ടാക്കും. പുറത്തുനിന്നുള്ള നിക്ഷേപകർക്ക് നമ്മുടെ സമ്പദ്വ്യവസ്ഥയിലൊരു വിശ്വാസം വരും. ഓക്കെ, നമ്മൾ ഇത്രയും നേരം വലിയ കാര്യങ്ങൾ സംസാരിച്ചു. 1,00,000 കോടിയുടെ നിക്ഷേപം, ഹൈസ്പീഡ് റെയിൽ, ഫിസ്ക്കൽ ഡെഫിസിറ്റ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇതെല്ലാം കൊണ്ട് സാധാരണക്കാരായ നിങ്ങൾക്ക്, എനിക്ക്, നമുക്കെല്ലാവർക്കും എന്ത് ഗുണം? ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത്? നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊഴിലവസരങ്ങളാണ്. സർക്കാർ ഇത്രയധികം പണം ഇൻഫ്രാസ്ട്രക്ചറിൽ നിക്ഷേപിക്കുമ്പോൾ, റോഡ്, റെയിൽവേ, പാലം പണിയൊക്കെ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒരുപാട് പേർക്ക് ജോലി കിട്ടും. ഇത് നേരിട്ടുള്ള ജോലികൾ മാത്രമല്ല, അതിനോടനുബന്ധിച്ചുള്ള പല മേഖലകളിലും പുതിയ തൊഴിലവസരങ്ങളുണ്ടാകും. ഇത് സാധാരണക്കാരുടെ കയ്യിലേക്ക് കൂടുതൽ പണമെത്താൻ സഹായിക്കും. രണ്ടാമത്തെ കാര്യം നമ്മുടെ യാത്രയാണ്. പുതിയ ഹൈസ്പീഡ് റെയിൽ പാതകളും വന്ദേ ഭാരത് പോലുള്ള മോഡേൺ ട്രെയിനുകളും വരുന്നതോടെ യാത്രകൾക്ക് ഒരുപാട് മാറ്റം വരും. കൂടുതൽ വേഗത്തിൽ, കൂടുതൽ സൗകര്യത്തോടെ, കൂടുതൽ സുരക്ഷിതമായി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. കുറഞ്ഞ സമയം കൊണ്ട് ഒരു നഗരത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് എത്താൻ കഴിയുന്നത് ജോലിക്കും ബിസിനസ്സിനും ടൂറിസത്തിനുമൊക്കെ വലിയൊരു ഉണർവ് നൽകും. മൂന്നാമത്തേത്, ഒരുപക്ഷേ നമ്മൾ നേരിട്ട് ചിന്തിക്കാത്ത ഒരു കാര്യമാണ് നമ്മുടെ പേഴ്സണൽ ഫിനാൻസ്. സർക്കാർ ഫിസ്ക്കൽ ഡിസിപ്ലിൻ പാലിക്കുമ്പോൾ, അതായത് കടം വാങ്ങുന്നത് കൺട്രോൾ ചെയ്യുമ്പോൾ, അത് രാജ്യത്തെ പലിശ നിരക്കുകളെ സ്വാധീനിക്കും. പലിശ നിരക്കുകൾ ഒരുപാട് ഉയരാതെ പിടിച്ചു നിർത്താൻ ഇത് സഹായിക്കും. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വീട് വെക്കാനോ ഒരു കാർ വാങ്ങാനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാനോ ലോൺ എടുക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ കുറഞ്ഞ പലിശ നിരക്കിൽ അത് കിട്ടിയേക്കാം. അല്ലെങ്കിൽ പലിശ നിരക്ക് പെട്ടെന്ന് കൂടുന്ന ഒരവസ്ഥ ഒഴിവാക്കാൻ സാധിച്ചേക്കാം. ശരി, അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ചുരുക്കി പറയാം. രാജ്യത്തിന്റെ വികസനത്തിനായുള്ള ഒരു വലിയ കാഴ്ചപ്പാടാണ് നമ്മളിവിടെ കണ്ടത്. അതിന്റെ ഒരു ലോങ് ടേം വിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോ ഇവിടത്തെ സ്ട്രാറ്റജി വളരെ വ്യക്തമാണ്. സർക്കാർ ഒരേ സമയം 2 കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന്, ദീർഘകാലത്തേക്കുള്ള നിക്ഷേപം, അതായത് മൂലധന ചെലവിലൂടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, രാജ്യത്തിന് ഭാവിയിലേക്ക് ഗുണം ചെയ്യുന്ന ആസ്തികൾ ഉണ്ടാക്കുക. ഇത് നമ്മുടെ ലോങ് ടേം ഗ്രോത്ത് ഉറപ്പാക്കും. 2, ഹ്രസ്വകാലത്തേക്കുള്ള വിവേകം, അതായത് ധനശാസ്ത്ര ശിസ്തത്വത്തിലൂടെ, ഫിസ്ക്കൽ ഡിസിപ്ലിനിലൂടെ നമ്മുടെ ഇപ്പോഴത്തെ ബഡ്ജറ്റ് കൃത്യമായി കൈകാര്യം ചെയ്ത് സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുക. ഈ ദീർഘകാല നിക്ഷേപവും ഹ്രസ്വകാല അച്ചടക്കവും ഒരുമിച്ച് കൊണ്ടുപോയി ഒരു വികസിത ഭാരതം പടുത്തുയർത്തുക. ഇതാണ് ഇതിന് പിന്നിലെ വലിയ ലക്ഷ്യം. അപ്പോ നമ്മുടെ പ്രധാന ചോദ്യം ഇതാണ്: ഒരു ഗ്രാമത്തിലെ സാധാരണ കൃഷിയിടം ഒരു ഹൈടെക് ലാബുമായിട്ടും ഒരു ക്ലീൻ എനർജി ഗ്രിഡുമായിട്ടും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഒറ്റനോട്ടത്തിൽ ഒരു ബന്ധവുമില്ലെന്ന് തോന്നാം, അല്ലേ? പക്ഷേ ഇതിന്റെ എല്ലാം പിന്നിൽ വ്യക്തമായൊരു കണക്ഷനുണ്ട്. ഒരു കർഷകന്റെ അധ്വാനം എങ്ങനെയാണ് രാജ്യത്തിന്റെ ശാസ്ത്രീയ പുരോഗതിക്കും സുസ്ഥിരമായൊരു ഭാവിക്കും വളമായി മാറുന്നത്? ശരി, ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്കൊരുമിച്ച് കണ്ടെത്താം. ശരി, അപ്പോൾ നമ്മുടെ ആദ്യത്തെ വിഷയം പുതിയ ഡിജിറ്റൽ കൃഷിയിടം. ഇന്ന് ആധുനിക കൃഷിയെന്ന് പറയുന്നത് വിത്തിൽ നിന്നോ മണ്ണിൽ നിന്നോ മാത്രമല്ല തുടങ്ങുന്നത്. അത് തുടങ്ങുന്നത് കൃത്യമായ വിവരങ്ങളിൽ നിന്നും പുതിയ സാങ്കേതിക വിദ്യകളിൽ നിന്നുമാണ്. കൃഷിയെ കൂടുതൽ സ്മാർട്ടും ലാഭകരവുമാക്കാൻ ഈ ഡിജിറ്റൽ സംവിധാനങ്ങൾ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഈ ഡിജിറ്റൽ മാറ്റത്തിന്റെ എല്ലാം ഒരു അടിസ്ഥാന ശിലയാണ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ ചുരുക്കി DPI എന്ന് പറയും. എന്താണിത്? വളരെ ലളിതമായി പറഞ്ഞാൽ, കർഷകർക്ക് വേണ്ട എല്ലാ വിവരങ്ങളും സേവനങ്ങളും ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. ഒരു ഓൺലൈൻ മാർക്കറ്റ് പോലെ സങ്കല്പിച്ചോളൂ. കാലാവസ്ഥാ പ്രവചനം മുതൽ വിപണിയിലെ വില വരെ എല്ലാം ഒരിടത്തു നിന്ന് അറിയാൻ സാധിക്കും. ഈ ഒരു ഡിജിറ്റൽ അടിത്തറയ്ക്ക് 4 പ്രധാനപ്പെട്ട തൂണുകളുണ്ട്. ഒന്നാമത്തേത് ഭാരത് വിസ്താർ.
ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് അഗ്രിസ്റ്റാക്ക് പോലുള്ള ഡേറ്റാബേസുകളെയും ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ അതായത് ICARന്റെ അറിവുകളെയും കർഷകരിലേക്ക് നേരിട്ട് എത്തിക്കുന്നു. രണ്ടാമതായി, ഗ്രാമങ്ങളിലെ കമ്മ്യൂണിറ്റി ഹബ്ബുകൾ വഴി ഡിജിറ്റൽ സേവനങ്ങൾ നൽകുന്നു. 3. ഗ്രാമങ്ങളിലെ സ്കൂളുകളിലും ആരോഗ്യകേന്ദ്രങ്ങളിലും ബ്രോഡ്ബാൻഡ് എത്തിച്ച് ഇന്റർനെറ്റ് കണക്ടിവിറ്റി കൂട്ടുന്നു. 4. പ്രധാനമന്ത്രി ഗതിശക്തി PM ഗതിശക്തി പദ്ധതിയുടെ ഭാഗമായി ഭൂരേഖകൾ ഡിജിറ്റൈസ് ചെയ്ത് കാര്യങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നു. വെറുതെ ടെക്നോളജി കൊടുത്താൽ മാത്രം പോരല്ലോ, അല്ലേ? അത് ഉപയോഗിക്കാൻ കർഷകരെ പഠിപ്പിക്കുകയും വേണം. അതിനായി കർഷക ഉൽപ്പാദന സംഘടനകൾക്ക്, അതായത് FPOകൾക്ക്, ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ്, പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട്. ഇതിലൂടെ ഉൽപ്പാദനക്ഷമത കൂട്ടാനും ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾക്ക് നല്ല മാർക്കറ്റ് കണ്ടെത്താനും അവരെ സഹായിക്കുന്നു. അതോടൊപ്പം മാറുന്ന കാലാവസ്ഥയെ അതിജീവിക്കാൻ കഴിവുള്ള പുതിയ വിത്തിനങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്താൻ സ്വകാര്യ മേഖലയ്ക്കും പ്രോത്സാഹനം നൽകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ടെക്നോളജിയും ട്രെയിനിങ്ങും ഒരുമിച്ച് കർഷകരെ കൂടുതൽ ശക്തരാക്കുന്നു. ശരി, അപ്പോൾ ടെക്നോളജിയുണ്ട്, അതുപയോഗിക്കാനുള്ള അറിവുമുണ്ട്. ഇനി എന്തു വേണം? പണം. അപ്പോൾ നമ്മൾ ഈ ശൃംഖലയിലെ അടുത്ത സുപ്രധാന കണ്ണിലേക്കാണ് കടക്കുന്നത്: കർഷകരുടെ സാമ്പത്തിക ശാക്തീകരണം. മികച്ച സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിക്കണമെങ്കിൽ കർഷകന്റെ കയ്യിൽ പണം വേണ്ടേ? അതിനുള്ള വഴികളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമെന്ന് പറയുന്നത് ഹ്രസ്വകാല വായ്പകളുടെ, അതായത് ഷോർട്ട് ടേം ലോണുകളുടെ പരിധി 5 ലക്ഷം രൂപയായി ഉയർത്തിയെന്നതാണ്. കൃഷി തുടങ്ങുന്ന സമയത്ത് വിത്തും വളവും വാങ്ങാനും പെട്ടെന്ന് വരുന്ന ചിലവുകൾ നേരിടാനുമൊക്കെ പണത്തിനായി മറ്റാരെയും ആശ്രയിക്കേണ്ടതില്ലാത്തൊരവസ്ഥയിലേക്ക് ഇത് കർഷകരെ എത്തിക്കാൻ സഹായിക്കും. ഇതവർക്ക് നൽകുന്നൊരാശ്വാസം വളരെ വലുതാണ്. ഈ പദ്ധതികളുടെ വ്യാപ്തി എത്ര വലുതാണെന്ന് ഈ കണക്കുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, ക്ഷീര കർഷകർ എന്നിവരുൾപ്പെടെ ഏകദേശം 7.7 കോടി ആളുകൾക്കാണ് ഈ സാമ്പത്തിക സഹായങ്ങളുടെ പ്രയോജനം ലഭിക്കുന്നത്. അതിൽ തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ്, അതായത് KCC പദ്ധതി വിപുലീകരിച്ചതിലൂടെ മാത്രം 1.7 കോടി കർഷകർക്ക് നേരിട്ട് സഹായം ലഭിച്ചിട്ടുണ്ട്. വായ്പ കിട്ടിയാൽ മാത്രം പോരല്ലോ, കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കൂടി ലഭിക്കണം. അവിടെയാണ് ലാഭകരമായ വില, റിമ്യൂണറേറ്റീവ് പ്രൈസസ് എന്ന നയത്തിന്റെ പ്രസക്തി. പ്രത്യേകിച്ചും തുവര, ഉഴുന്ന്, മസൂർ തുടങ്ങിയ പയർവർഗ്ഗങ്ങളുടെ കാര്യത്തിൽ കർഷകർക്ക് മികച്ച വില ഉറപ്പാക്കാൻ 6 വർഷത്തെ ഒരു പ്രത്യേക ദൗത്യം തന്നെ നടപ്പിലാക്കുന്നുണ്ട്. ഈ മേഖലയ്ക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് ഈ കണക്കുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. 2025-26 സാമ്പത്തിക വർഷത്തിൽ കൃഷിക്കും അനുബന്ധ മേഖലകൾക്കുമായി 1,71,437 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. അടുത്ത വർഷത്തേക്ക്, അതായത് 2026-27ലേക്ക് ഏകദേശം 1,62,671 കോടി രൂപയും പ്രതീക്ഷിക്കുന്നു. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയിലും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയിലും ഈ മേഖലയ്ക്കുള്ള പ്രാധാന്യമാണ് ഈ വലിയ സംഖ്യകൾ കാണിക്കുന്നത്. കൃഷിയിൽ നിന്നും കർഷകരുടെ സാമ്പത്തിക ഭദ്രതയിൽ നിന്നും നമ്മളിനി പോകുന്നത് വികസനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കാണ്, അതായത് ഹൈടെക്, ഫ്യൂച്ചർ റെഡി നിർമ്മാണ മേഖലയിലേക്ക്. ഇത് കൃഷിയെയും ആരോഗ്യത്തെയും ഒരുമിപ്പിക്കുന്ന ഒരു പുതിയ ലോകമാണ്. നമുക്ക് നോക്കാം. ഈ ഹൈടെക് മേഖലയിലെ ഒരു വലിയ മുന്നേറ്റമാണ് ബയോഫാർമ ശക്തി എന്ന പുതിയ പദ്ധതി. എന്താണിത്? ലളിതമായി പറഞ്ഞാൽ, ജീവശാസ്ത്രം ഉപയോഗിച്ച് മരുന്നുകളും വാക്സിനുകളും പോലുള്ള ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന രംഗത്ത് ഇന്ത്യയെ ഒരു ലോകോത്തര ശക്തിയാക്കി മാറ്റുക. അതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വലിയ സാമ്പത്തിക പിന്തുണയും ആവശ്യമാണ്. അതിനായി 10,000 കോടി രൂപയുടെ ഒരു പ്രത്യേക SME ഗ്രോത്ത് ഫണ്ട് തന്നെ വകയിരുത്തിയിട്ടുണ്ട്. ചെറിയ വിത്തുകൾക്ക് നല്ല വളം നൽകി വലിയ മരങ്ങളാക്കി മാറ്റുന്നതുപോലെ ഈ ഫണ്ട് ബയോടെക്നോളജി രംഗത്തെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ വലിയ ചാമ്പ്യൻ കമ്പനികളായി വളരാൻ സഹായിക്കും. അപ്പോൾ ഈ പദ്ധതി കൊണ്ട് എന്തൊക്കെയാണ് പ്രധാനമായും നേടാൻ ശ്രമിക്കുന്നത്? ഒന്നാമതായി, പ്രധാനപ്പെട്ട മരുന്നുകൾക്കും മറ്റുമായി നമ്മൾ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക. രണ്ടാമതായി, രാജ്യത്തിനകത്ത് തന്നെ ഉൽപ്പാദനം കൂട്ടുക. അതോടൊപ്പം ഉയർന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുക. ഇതെല്ലാം ചേരുമ്പോൾ വികസിത് ഭാരതം എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഒരു പടി കൂടി അടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ശൃംഖലയിലെ അവസാനത്തെ വ്യാവസായിക തൂണിലേക്കെത്തുകയാണ്: ഹരിത ഊർജം, ഗ്രീൻ എനർജി. ഒരു വശത്ത് നമ്മളിങ്ങനെ വ്യാവസായികമായി വളരുമ്പോൾ മറുവശത്ത് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതും അത്യാവശ്യമാണല്ലോ, അല്ലേ? അതിനുള്ള നയങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. ഹരിത ഊർജ്ജത്തിലേക്കുള്ള ഈ മാറ്റം വേഗത്തിലാക്കാൻ പല വഴികളിലൂടെയാണ് ശ്രമിക്കുന്നത്. ഉദാഹരണത്തിന്, ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ലിഥിയം അയോൺ ബാറ്ററികൾ നിർമ്മിക്കാനുള്ള മെഷീനറികളുടെ കസ്റ്റംസ് തീരുവ ഒഴിവാക്കി. അതുപോലെ സോളാർ പാനലുകളുടെ വില കുറയ്ക്കാൻ സഹായിക്കുന്ന സോഡിയം ആന്റിമോണേറ്റ് എന്ന വസ്തുവിന്റെ ഇറക്കുമതി തീരുവയും ഒഴിവാക്കിയിട്ടുണ്ട്.
ഇതുകൂടാതെ ബയോഗ്യാസ് പോലെയുള്ള ഊർജ്ജ സ്രോതസ്സുകൾക്ക് പ്രോത്സാഹനം നൽകുന്നു. ആണവോർജ്ജ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരാനും ശ്രമിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു പുതിയ ടെക്നോളജിയാണ് കാർബൺ ക്യാപ്ചർ, യൂട്ടിലൈസേഷൻ ആൻഡ് സ്റ്റോറേജ്, അല്ലെങ്കിൽ CCUS. ഫാക്ടറികളിൽ നിന്നും മറ്റും പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡിനെ അന്തരീക്ഷത്തിൽ എത്തുന്നതിന് മുൻപ് പിടിച്ചെടുത്ത് സുരക്ഷിതമായി സംഭരിക്കുകയോ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇതൊരു ഗെയിം ചേഞ്ചർ തന്നെയാകാം. ഇതിനായി 20,000 കോടി രൂപ നീക്കിവച്ചിരിക്കുന്നത് ഈ ടെക്നോളജിക്ക് നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഇതുവരെ നമ്മൾ പല കാര്യങ്ങൾ തനിത്തനിയായി കണ്ടു, അല്ലേ? ഡിജിറ്റൽ കൃഷി, കർഷകരുടെ സാമ്പത്തികം, ബയോടെക്നോളജി, ഹരിത ഊർജം. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഒരുമിച്ച് ചേർത്തുവെച്ചു നോക്കാം. ഇവയൊന്നും ഒറ്റപ്പെട്ടു നിൽക്കുന്ന തുരുത്തുകളല്ല, മറിച്ച് ഒരു വലിയ ശൃംഖലയിലെ പരസ്പരം ബന്ധിപ്പിച്ച കണ്ണികളാണ്. ഈ ശൃംഖല എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കൂ. എല്ലാം തുടങ്ങുന്നത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന ഒരു സ്മാർട്ട് കൃഷിയിടത്തിൽ നിന്നാണ്. അത് കർഷകന് സാമ്പത്തിക ഭദ്രത നൽകുന്നു. സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു ഗ്രാമീണ സമൂഹം ബയോടെക് പോലുള്ള നൂതന നിർമ്മാണ മേഖലകൾക്ക് നല്ലൊരു അടിത്തറയാകുന്നു. ഈ വ്യാവസായിക വളർച്ച സുസ്ഥിരമായ ഊർജ്ജത്തിന്റെ സഹായത്തോടെ മുന്നോട്ടു പോകുമ്പോൾ അത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചയായി മാറുന്നു. ഓരോ കണ്ണിയും അടുത്തതിനെ ശക്തിപ്പെടുത്തുന്ന ഒരു മികച്ച മാതൃകയാണിത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന ആശയം ഇതാണ്: ഇന്നത്തെ ഓരോ നയങ്ങളും നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്താനുള്ള ഓരോ വിത്തുകളാണ്. ഡിജിറ്റൽ സൗകര്യങ്ങളുള്ള ഒരു കർഷകനും സാമ്പത്തികമായി സ്വതന്ത്രനായ ഒരു ഗ്രാമീണനും നൂതന സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്ന ഒരു യുവ സംരംഭകനും ഒരുപോലെ ഈ വളർച്ചയിൽ പങ്കാളികളാവുന്നു. ഈ ശൃംഖലയിലെ ഓരോ കണ്ണിയും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര ബജറ്റിന്റെ വിശദമായ വിശകലനത്തിന് ശേഷം നമ്മളിപ്പോൾ ഒരു പ്രത്യേക സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ഇത് പരീക്ഷാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു ക്വിക്ക് ഫയർ റൗണ്ടാണ്. നിങ്ങളുടെ അവസാന നിമിഷത്തെ റിവിഷനു വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ച ഒരു എക്സാം ചീറ്റ് ഷീറ്റ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ 6 വിഷയങ്ങളാണ്. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഏരിയകളാണിത്. അപ്പോൾ നിങ്ങളുടെ നോട്ടുകളൊക്കെ റെഡിയാക്കി വെക്കുക. നമുക്ക് തുടങ്ങാം. ഓർക്കുക, ഈ ഒരു സെക്ഷൻ മുഴുവനായും പ്രിലിംസിനും മെയിൻസിനും വേണ്ടി തയ്യാറാക്കിയതാണ്. സ്ഥിരമായി ചോദിക്കുന്ന വസ്തുതകളും കണക്കുകളും എങ്ങനെ വേഗത്തിൽ ഓർത്തെടുക്കാം എന്നാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. ശരി, അപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ബജറ്റിന്റെ ഭരണഘടനാപരമായ അടിത്തറ. പോളിറ്റി വിഭാഗത്തിൽ നിന്ന് ചോദ്യം വരാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ഭാഗമാണിത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അതെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 112, ആർട്ടിക്കിൾ 112 ആണ് ബജറ്റിന് ആധാരം. ഇതനുസരിച്ച് എല്ലാ വർഷവും സർക്കാർ ഒരു വാർഷിക സാമ്പത്തിക പ്രസ്താവന, അതായത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പാർലമെന്റിൽ വെക്കണം. ഇതിനെയാണ് നമ്മൾ ബജറ്റ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ബജറ്റ് എന്ന വാക്ക് നമ്മുടെ ഭരണഘടനയിൽ എവിടെയും ഉപയോഗിച്ചിട്ടില്ല. പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഭരണഘടനയുടെ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് സാമ്പത്തിക രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്പറിലേക്ക് വരാം. 2026-27 സാമ്പത്തിക വർഷത്തിൽ രാജ്യം പ്രതീക്ഷിക്കുന്ന GDP വളർച്ചാ നിരക്ക്, GDP ഗ്രോത്ത് റേറ്റ് ഏകദേശം 7%. ഈ കണക്ക് ഓർത്തുവെക്കണം. അടുത്ത പ്രധാനപ്പെട്ട നമ്പർ ഇതാണ്: ധനക്കമ്മി, അതായത് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഇത് GDPയുടെ 4.3% കുറയ്ക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. നിങ്ങളുടെ മെയിൻസ് ഉത്തരങ്ങളിൽ സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ച് എഴുതുമ്പോൾ ഈ പോയിന്റ് ഉൾപ്പെടുത്താൻ മറക്കരുത്. അപ്പോ നമ്പറുകൾ കഴിഞ്ഞു. ഇനി നമുക്കെല്ലാവരും കാത്തിരിക്കുന്ന, പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയിലേക്ക് പോകാം: പുതിയ സർക്കാർ പദ്ധതികൾ. ഏതൊക്കെയാണ് ഈ വർഷത്തെ പ്രധാനപ്പെട്ട പുതിയ പദ്ധതികളെന്ന് നോക്കാം. നോക്കൂ, ഒരുപാട് പുതിയ പദ്ധതികളുണ്ട്, അല്ലേ? ഇതിന്റെ പൂർണ്ണമായ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ ചിലത് ഞാൻ പ്രത്യേകം എടുത്തു പറയാം. 1. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന, പ്രൈം മിനിസ്റ്റർ ധൻധാന്യ കൃഷി യോജന. പേര് സൂചിപ്പിക്കുന്നത് പോലെ കാർഷിക ജില്ലകളുടെ വികസനമാണ് ലക്ഷ്യം. മറ്റൊന്ന് ഭാരത് ട്രേഡ് നെറ്റ്. ഇത് അന്താരാഷ്ട്ര വ്യാപാരം എളുപ്പമാക്കാനുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. പിന്നെ മാരിടൈം ഡെവലപ്മെന്റ് ഫണ്ട്, നമ്മുടെ കപ്പൽ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്താനുള്ളതാണിത്. ബാക്കിയുള്ളവയും വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഈ ലിസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാവുന്നതാണ്. ശരി, പദ്ധതികൾ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ പോകുന്നത് ടാക്സേഷനിലേക്കാണ്. പലർക്കും കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ഭാഗമാണിത്. പക്ഷെ പേടിക്കേണ്ട, നമുക്കിത് വളരെ ലളിതമായി മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ നോക്കുന്നത് പഴയ നികുതി വ്യവസ്ഥയും ഓൾഡ് ടാക്സ് റെജീമും പുതിയ നികുതി വ്യവസ്ഥയും
ന്യൂ ടാക്സ് റെജിമും തമ്മിലുള്ള ഒരു താരതമ്യമാണ്. പരീക്ഷയ്ക്ക് ഇവ തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പുതിയ സംവിധാനം നികുതി ഘടന ലളിതമാക്കാനും ഒരു ട്രസ്റ്റ് ബേസ്ഡ് ഗവേണൻസ് കൊണ്ടുവരാനുമാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, പുതിയ നികുതി സ്ലാബുകൾ. ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതിൽ നിന്ന് നേരിട്ടുള്ള ചോദ്യങ്ങൾ വരാം. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് 4 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതി നൽകേണ്ടതില്ല എന്നതാണ്. അതിനു മുകളിലേക്ക് വരുമാനം കൂടുന്നതനുസരിച്ച് നികുതി നിരക്കും പടിപടിയായി കൂടുന്നു. ഇത് കൃത്യമായി കുറിച്ചെടുക്കുക. സ്ലാബുകൾ കൂടാതെ മറ്റു ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കൂടിയുണ്ട്. MCQ ചോദ്യങ്ങളിൽ വരാൻ സാധ്യതയുള്ള പോയിന്റുകളാണിവ. 1961 പഴയ നിയമത്തിന് പകരം പുതിയ ഇൻകം ടാക്സ് ബിൽ വരുന്നു. സീനിയർ സിറ്റിസൻസിനുള്ള ടാക്സ് ഡിഡക്ഷൻ പരിധി 1 ലക്ഷം രൂപയായി ഉയർത്തി. വാടകയിന്മേലുള്ള TDS പരിധി 6 ലക്ഷമാക്കി. പിന്നെ റിട്ടേൺ ഫയൽ ചെയ്തതിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സമയം 4 വർഷം വരെ നീട്ടിയിട്ടുണ്ട്. ഓക്കെ, ടാക്സ് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് ബജറ്റിന്റെ ഹൃദയഭാഗം എന്ന് തന്നെ പറയാവുന്നൊരു കാര്യമാണ്. അതായത് സർക്കാരിന് പണം എവിടെ നിന്ന് കിട്ടുന്നു, ആ പണം എവിടേക്കാണ് പോകുന്നത്. പരീക്ഷകളിൽ സ്ഥിരം കാണുന്നൊരു ഭാഗമാണിത്. ഇതിനെയാണ് നമ്മൾ രൂപയുടെ വരവ് എന്ന് പറയുന്നത്. ഈ ചാർട്ട് നോക്കൂ. സർക്കാരിന് ലഭിക്കുന്ന ഓരോ രൂപയിലും ഏറ്റവും വലിയ പങ്ക്, അതായത് 24% വരുന്നത് കടമെടുപ്പും മറ്റു ബാധ്യതകളിൽ നിന്നുമാണ്, ബോറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസ്. രണ്ടാം സ്ഥാനത്ത് വരുന്നത് ആദായനികുതിയാണ്, ഇൻകം ടാക്സ് 21%. വരവ് കണ്ടു. ഇനി നമുക്ക് ചെലവ് നോക്കാം. രൂപ പോകുന്നത് എങ്ങോട്ട്? സർക്കാരിന്റെ ഏറ്റവും വലിയ ചെലവ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതമാണ്. സ്റ്റേറ്റ്സ് ഷെയർ ഓഫ് ടാക്സസ് ഏകദേശം 22%. തൊട്ടുപിന്നാലെ വരുന്നത് പലിശ തിരിച്ചടവുകളാണ്, ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് 18%. ഈ 2 ചാർട്ടുകളും ഓർത്തുവെക്കുന്നത് വളരെ നല്ലതാണ്. ഇതൊരു പുതിയ ട്രെൻഡാണ്. ഇപ്പോൾ പരീക്ഷകളിൽ മാപ്പ് ബേസ്ഡ് ചോദ്യങ്ങൾ ധാരാളമായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ബജറ്റിൽ പറയുന്ന പുതിയ വികസന ഇടനാഴികൾ അല്ലെങ്കിൽ ഏതെങ്കിലും പദ്ധതി നടപ്പിലാക്കുന്ന പ്രത്യേക സ്ഥലങ്ങൾ, ഇവയൊക്കെ ഒരു ഇന്ത്യയുടെ മാപ്പിൽ അടയാളപ്പെടുത്തി പഠിക്കുക. മാച്ച് ദ ഫോളോയിങ് പോലുള്ള ചോദ്യങ്ങൾക്ക് ഇത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും കവർ ചെയ്തു. പോകുന്നതിന് മുൻപ് ഒരു ഫൈനൽ ചീറ്റ് ഷീറ്റ് പോലെ നമുക്കെല്ലാം ഒന്നുകൂടി വേഗത്തിൽ നോക്കാം. റെഡിയല്ലേ? ഓർമ്മ വയ്ക്കാനുള്ള കാര്യങ്ങൾ: 1. ആർട്ടിക്കിൾ 112, ആർട്ടിക്കിൾ 112 വാർഷിക സാമ്പത്തിക പ്രസ്താവന. 2. GDP വളർച്ചാ നിരക്ക് ഏകദേശം 7%. 3. ധനക്കമ്മി ലക്ഷ്യം 4.3%. 4. ഒരു പ്രധാന പദ്ധതി, പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന. 5. പുതിയ നികുതി വ്യവസ്ഥയുടെ ഹൈലൈറ്റ്, 4 ലക്ഷം വരെ നികുതിയില്ല. 6. രൂപയുടെ ഏറ്റവും വലിയ വരവ്, കടമെടുപ്പ്. 7. രൂപയുടെ ഏറ്റവും വലിയ പോക്ക്, സംസ്ഥാനങ്ങളുടെ വിഹിതം. ഈ പോയിന്റുകൾ മറക്കരുത്. ഈ വിശകലനം ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണ്. സർക്കാർ നയങ്ങൾ നമ്മുടെ അടുക്കള ബജറ്റിനെയും ആരോഗ്യത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് നമ്മളിപ്പോൾ കണ്ടു. ഒരു പൗരൻ എന്ന നിലയിൽ അടുത്തതായി നിങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഏത് വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത്? അത് വിദ്യാഭ്യാസ നയങ്ങളെക്കുറിച്ചാണോ, നമ്മുടെ റോഡ് വികസനത്തെക്കുറിച്ചാണോ, അതോ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളെക്കുറിച്ചാണോ? ചിന്തിക്കുക. കാരണം കാര്യങ്ങൾ അറിയുന്ന, ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പൗരനാണ് ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി. നമസ്കാരം.